വെൽക്കം ബാക്ക് ടു റിയാൻസ് പാൻട്രി. ഇന്നൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കോളിഫ്ലവർ കൊണ്ടുള്ള റെസിപ്പിയിലേക്ക് നമുക്ക് നോക്കാം. നമുക്ക് ഈ കോളിഫ്ലവർ നല്ല രീതി ഓരോന്നായിട്ട് നമുക്ക് അടർത്തിയെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കോളിഫ്ലവർ ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് അതിനകത്തൊരു കിള്ളു ഉപ്പും ഒരു കിള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. അതേ ചട്ടിയിൽ തന്നെ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുന്നത് നമ്മൾ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ചോപ്പ് ചെയ്ത സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ഗ്രാമ്പു, 2 പീസ് പട്ട, കുറച്ച് പെരിഞ്ജീരകം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ജീരകം ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് അരിമുളകും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. സവാള ചെറുതായിട്ട് വഴന്നിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ് കൂടി ഇട്ട് ഇതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഈ അരപ്പിലോട്ട് 1.5 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ഊരിയിട്ട് കൊടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ഇനി ഇതിലോട്ട് 2 പച്ചമുളക് 4 കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടർ ഓപ്ഷണലാണ്. കണ്ടോ, നമ്മുടെ ഗ്രേവി നല്ലതുപോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ കുറച്ച് എണ്ണ വെച്ച് മുറിച്ചെടുത്ത് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ കറി ഓൾമോസ്റ്റ് ഒരു റെഡി ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഓഫ് ചെയ്യും. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ പൂരിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ അങ്ങനെ ഏത് ഐറ്റംസിൻ്റെ കൂടെയോ നമുക്ക് കഴിക്കാവുന്നതാണ്. നമ്മുടെ കറി റെഡിയായി. ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി കോളിഫ്ലവർ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് പിന്നീട് കാണാം.